ഹായ് നമസ്കാരം. ഇന്നത്തെ വീഡിയോ രാസവളവും ജൈവവളവും ഉപയോഗിച്ച് കൃഷി ചെയ്യുന്ന കവുങ്ങ് കർഷകർക്കുള്ളതാണ്. കവുങ്ങിന് രാസവളവും ജൈവവളവും ഒന്നിച്ചു ചേർക്കാൻ ഈ രീതിയിൽ തടമെടുത്തു കൊടുക്കുക. ഈ കവുങ്ങിനാണ് വളപ്രയോഗം നടത്തുന്നത്. ഇതിൻ്റെ തടമെടുത്തു കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മധ്യത്തിലായിട്ട് ഒരു വരമ്പ് പോലെ ആക്കി വച്ചിട്ടുണ്ട്. കവുങ്ങിന് ചേർത്ത് കൊടുക്കുന്ന ജൈവവളം മണ്ണര കമ്പോസ്റ്റ് ഇത്ര. ഈ ബക്കറ്റിന് ഒരു കാൽഭാഗത്തിൽ കൂടുതലുണ്ട്. ഇത് വേപ്പും പിണ്ണാക്കാണ് 2 പിടി. ഇത് ചാരം വിറക് കത്തിച്ച വേപ്പും പിണ്ണാക്കും ചാരവും കമ്പോസ്റ്റും എല്ലാം ഒന്നിച്ച് ചേർത്തു. ഇനി അത് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യണം. വേപ്പും പിണ്ണാക്കിൻ്റെ കട്ടയൊന്നും കട്ട ഉടച്ചിട്ടൊന്നുമില്ല. ഇത് നന്നായി മിക്സ് ചെയ്ത് വെച്ചു. ഇത് കവുങ്ങിൻ്റെ ഒരു ഭാഗത്ത് ചേർത്ത് കൊടുക്കാനാണ്. ഇനി മറ്റേ ഭാഗത്ത് ഫാറ്റം ഫോസാണ് ഒരു ചിരട്ട. ഇതിൽ 4 ചിരട്ട മണ്ണും ചേർത്തിട്ടുണ്ട്. ഇത് മിക്സ് ചെയ്തിട്ട് മറ്റേ ഭാഗത്ത് ചേർത്ത് കൊടുക്കും. ഈ പണിക്ക് ആളെയെല്ലാം കിട്ടാൻ വിഷമമുള്ള സമയത്ത്, പണിക്കൂലി കൂടിയ സമയത്തെല്ലാം കൃഷിക്കാർക്ക് ഈ രീതിയിൽ വളപ്രയോഗം നടത്തിയാൽ കുറച്ചും കൂടി ലാഭകരമായിരിക്കും. ഈ രാസവളം ഫാറ്റം ഫോസും നന്നായി മണ്ണുമായിട്ട് ചേർത്തിട്ടുണ്ട്. ഒരു ഭാഗത്ത് രാസവളം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഒരു വരമ്പുണ്ട്. അതിൻ്റെ ഇപ്പുറത്തെ ഭാഗം ജൈവവളവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. രാസവളം ഇട്ട ഭാഗത്ത് ചെറിയ തോതിൽ മണ്ണിട്ട് കൊടുക്കുന്നുണ്ട്. അധികം മണ്ണ് വേണ്ട. കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാകുമ്പോൾ തോല് ചേർത്തിട്ട് അവിടെ മണ്ണ് ഇട്ട് കൊടുക്കും. തോല് ചേർത്ത് കൊടുത്താലും മതി. ആ കുഴിയിൽ കൊണ്ടു നിൽക്കാൻ വേണ്ടി അധികം മണ്ണ് ചേർത്ത് കൊടുക്കുന്നില്ല. ഇത്രയും മതി. രാസവളം ചേർത്തെടുക്കും മേൽമണ്ണ് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അല്ല, ജൈവവളം ചേർത്തെടുക്കാൻ മേൽമണ്ണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. മാറിപ്പോയി. അധികം ചേർത്ത് കൊടുക്കുന്നില്ല. വളം മൂടാൻ മാത്രം. വളം തീരെ കാണാത്ത രീതിയിൽ വേരോട് കൂടി ഇവിടുന്ന് കിളിർത്ത പുല്ല് പറിച്ചത് ഇട്ട് കൊടുത്തു. പുല്ല് മേൽഭാഗത്തിട്ടാൽ കിളിർക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അടിഭാഗത്തിട്ട് കൊടുക്കുന്നത്. വീണ്ടും തോലുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഉള്ളത് കൊണ്ട് ഇട്ട് കൊടുക്കുന്നതാണ് കൂടുതൽ. കൂടുതലുള്ളത് കൊണ്ട് ചുറ്റിലുമായിട്ട് ഈ പച്ചിലകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മീതെ കൂടെ കുറച്ച് ചാണകവെള്ളം ഒഴിച്ച് കൊടുക്കും. കുറച്ച് ചാണകവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. രാസവളം ഉപയോഗിച്ച ഭാഗത്ത് ഇപ്പോൾ ഒഴിച്ച് കൊടുക്കുന്നില്ല. ജൈവവളം ഇട്ട ഭാഗത്ത് മാത്രം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോഴത്തെ വളമെല്ലാം തൽക്കാലം റെഡിയാക്കി. ഇത് 2 വളം, ജൈവവളവും രാസവളവും വേറെ സമയത്ത് ചെയ്യുന്നതിൻ്റെ പകുതി കൂലിയെ പണിക്കൂലിയെ ഇങ്ങനെ ചെയ്താൽ വേണ്ടു. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ അറിയിക്കണേ.